നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ചിത്താരി ചാമുണ്ടിക്കുന്നിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽപ്പെട്ടത് മലപ്പുറത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്. വടക്കൻ മലബാറിലെ യാത്രക്കാർക്ക് ഇത്തവണയും ദുരിതം. നാട്ടിലേക്ക് പോകാനും മടങ്ങാനും ട്രെയിനും ബസ്സും കിട്ടാത്ത അവസ്ഥ. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കാഞ്ഞങ്ങാട് ആവേശോജ്വല സ്വീകരണം. കന്നി വോട്ടർമാർ ഉൾപ്പെടെ നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം വൈദ്യുതി സെക്ഷനിലെ ഓഫീസ് വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി പരാതി. വൈദ്യുതി മുടങ്ങിയത് പുനഃസ്ഥാപിക്കാൻ ഉപഭോക്താക്കൾ ബന്ധപ്പെട്ടാൽ വാഹന സൗകര്യമില്ലെന്ന് ജീവനക്കാരുടെ മറുപടി. വീട്ടകം ക്യാൻവാസാക്കി 11-കാരനായ വിധു വിജയ്. പുല്ലൂർ കൊള്ളക്കടയിലെ വിനു നിവാസ് ഇപ്പോൾ ചിത്രശാലയായി മാറി. കരിവെള്ളൂർ കൂറ്റ് നാടകവേദിയുടെ പുതിയ നാടകം അരങ്ങിലേക്ക്. നവനീത് നാരായണൻ എന്ന യുവ നാടകക്കാരന്റെ സ്വപ്നം കൂടിയാണ് ഈ തെരുവു നാടകം. വാർത്തകൾ വിശദമായി. ചിത്താരി ചാമുണ്ടിക്കുന്നിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി. മലപ്പുറത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 6:45 അപകടം. മലപ്പുറത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മിനി ടൂറിസ്റ്റ് ബസ്സാണ് ചിത്താരി ചാമുണ്ടിക്കുന്നിൽ അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 6:45 അപകടം നടന്നത്. നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ അബ്ദുറഹ്മാന്റെ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. തൊട്ടടുത്ത കടയുടെ മതിലും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 16 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നതെന്നും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെന്നും നാട്ടുകാർ പറഞ്ഞു. രാവിലെ 6:45 ഈ അപകടം ഉണ്ടായത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് പറയുന്നത് കേട്ടത്. പിന്നെ 16 പേരാ മറ്റും ഉണ്ടായിരുന്നു, കുട്ടികളടക്കം. എല്ലാവർക്കും ചെറിയ പരിക്ക്. അപ്പൊ തന്നെ നാട്ടുകാരൊക്കെ ഇടപെട്ടിട്ട് പിന്നെ എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഉറങ്ങിയതെന്നാണ് പറയുന്നത് കേട്ടത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വടക്കൻ മലബാറിലെ യാത്രക്കാർക്ക് ഇത്തവണയും നാട്ടിലേക്ക് പോകാനും മടങ്ങാനും ട്രെയിനും ബസ്സും കിട്ടാത്ത അവസ്ഥയ്ക്ക് മാറ്റമില്ല. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം അടുത്ത 3 ദിവസത്തോളം വെയിറ്റിംഗ് ലിസ്റ്റ് 100-ലെത്തി നിൽക്കുകയാണ്. വടക്കൻ മലബാറിലെ യാത്രക്കാർക്ക് ഇത്തവണയും ദുരിതകാലമാണ്. നാട്ടിലേക്ക് പോകാനും മടങ്ങാനും ട്രെയിനും ബസ്സും കിട്ടാത്ത അവസ്ഥ. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളെല്ലാം അടുത്ത 3 ദിവസത്തോളം വെയിറ്റിംഗ് ലിസ്റ്റ് 100-ലെത്തി നിൽക്കുന്നു. മലബാർ എക്സ്പ്രസിൽ സ്ലീപ്പറിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 251 എത്തിയിട്ടുണ്ട്. തൽക്കാലം പ്രീമിയം തൽക്കാലം അധിക തുക നൽകാൻ തയ്യാറായാൽ പോലും ആവശ്യത്തിന് കിട്ടാത്ത സാഹചര്യമാണ് നിലവിൽ. തെക്കൻ ജില്ലകളിലേക്ക് യാത്ര ചെയ്യേണ്ടവർക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ പ്രയാസപ്പെടുമെന്ന് ഉറപ്പ്. KSRTC ബസ് സർവീസുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ പതിവ് പോലെ തിരക്ക് കാലത്ത് നിരക്ക് വർദ്ധിപ്പിച്ച് യാത്രാ ദുരിതം ചൂഷണം ചെയ്യുന്നുണ്ട്. 800 മുതൽ 900 രൂപ വരെയുള്ള ടിക്കറ്റുകൾ 1400 രൂപ മുതൽ മുകളിലേക്കാണ്. സെമസ്റ്റർ ക്ലാസുകളായതിനാൽ കോളേജ് വിദ്യാർത്ഥികൾക്കും കൃത്യമായി ഏപ്രിൽ മെയ് അവധി ലഭിക്കാറില്ല. ഉയർന്ന നിരക്ക് നൽകി വീട്ടിലെത്തി മടങ്ങാൻ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും പ്രയാസം. ബംഗളൂരു ഭാഗത്തേക്കുള്ള ബസ് നിരക്കുകളിലും വലിയ വർധനയുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച റംസാനും ഇന്നലെ വിഷുവും വന്നതോടെയാണ് പൊതുഗതാഗത മാർഗങ്ങളിൽ യാത്രക്കാരുടെ തിരക്കേറിയത്. സാധാരണ ദിവസങ്ങളിൽ തന്നെ വടക്കൻ കേരളത്തിലെ ട്രെയിനുകളിൽ കനത്ത തിരക്കിൽ വലഞ്ഞാണ് യാത്രക്കാർ പോകുന്നത്. അധിക കോച്ചുകൾ ഉൾപ്പെടെ ഒരു പരിഹാര മാർഗവും തിരക്കുള്ള ദിവസങ്ങളിൽ റെയിൽവേ സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് LDF ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ സ്വീകരണം നൽകി. കന്നി വോട്ടർമാർ ഉൾപ്പെടെ നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ സംഘടിപ്പിച്ച കാസർഗോഡ് LDF ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ സ്വീകരണ പരിപാടിയിൽ കന്നി വോട്ടർമാരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. CH ഹസീനാർ അധ്യക്ഷത വഹിച്ചു. E ചന്ദ്രശേഖരൻ MLA, VK രാജൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, KV കൃഷ്ണൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ, ശിവജി വെള്ളിക്കോത്ത്, ഒക്ലാവ് കൃഷ്ണൻ, M ഇബ്രാഹിം, TK പീറ്റർ, MV രാഘവൻ, K വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ നന്ദി അറിയിച്ച് സംസാരിച്ചു. എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം പറയാനുള്ള കാര്യം, മഞ്ചേശ്വരം മുതൽ കല്യാശ്ശേരി വരെയുള്ള 7 അസംബ്ലി മണ്ഡലങ്ങളിലൂടെ ഞാൻ കഴിഞ്ഞ 50 ദിവസക്കാലമായി, ഇന്ന് 51ാമത്തെ ദിവസമാണ്
രാവിലെ 6-7 മണി മുതൽ രാത്രി 12:30, 1 മണി, 1:15 വരെ വിവിധ വിഭാഗം ആളുകളുമായി ഇതുപോലെയുള്ള സ്വീകരണ കേന്ദ്രങ്ങളുമായി പങ്കെടുത്തു വരികയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളിൽ നിന്ന് രൂഢമൂലമായിട്ടുണ്ട്. എം സുനിൽ ചടങ്ങിൽ സ്വാഗത ഭാഷണം നടത്തി. കന്നി വോട്ടർമാർ ചേർന്നാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യാത്രാ ബസ്സിനകത്ത് വിഷുക്കണിയൊരുക്കി ബസ് ജീവനക്കാർ. ചെറുവത്തൂർ കാരി പടന്നക്കടപ്പുറം വലിയ പറമ്പ് റൂട്ടിലോടുന്ന തേജസ്വിനി ജനകീയ ബസ്സിലാണ് യാത്രക്കാരും നാട്ടുകാരും കണി കണ്ടത്. ഓടക്കുഴലൂതുന്ന കാർമേഘവർണ്ണനായ ഭഗവാന്റെ മുന്നിൽ കണിക്കുന്നയും കണിച്ചിട്ടയും വിവിധ ഫലങ്ങളും ധാന്യങ്ങളും നിരത്തി കണി കാണുക എന്നത് പരമ്പരാഗത രീതിയാണ്. എന്നാൽ യാത്രക്കാർ ബസ്സിലെത്തിയാൽ കണ്ണനെയും കണിയും കണ്ട ശേഷം ബസ്സിൽ യാത്ര തുടരാൻ സൗകര്യമൊരുക്കിയത് കൗതുക കാഴ്ചയായി. ചെറുവത്തൂർ, പടന്ന, വലിയ പറമ്പ് തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളിലൂടെ യാത്രക്കാരുമായി സർവീസ് നടത്തിവരുന്ന ജനകീയ ബസ്സിലാണ് വിഷുക്കണിയൊരുക്കിയത്. 2022 തിരുവോണത്തലേന്ന് ഉത്രാടം നാളിൽ ജനകീയ ബസിന്റെ ഡ്രൈവർ സുജിത്ത് ബംഗളം മാവേലി വേഷമണിഞ്ഞ് ബസ് ഓടിച്ചത് യാത്രക്കാരെയും നാട്ടുകാരെയും ഏറെ ആകർഷിച്ചിരുന്നു. ഇത്തവണയും ബസ്സിലെ കണ്ടക്ടർ ബിബിനുമായി ചേർന്നാണ് കണിയൊരുക്കിയത്. വിഷുക്കണി എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിഷുക്കണിയിൽ പറ്റിയിട്ട് പല അനുഭവം അവർക്ക് അറിയില്ല. എന്തെന്നാണ് ഈ വിഷുക്കണിയിൽ വെക്കേണ്ടതെന്ന് അറിയില്ല. പണ്ടത്തെ നമ്മളൊരു അച്ഛനും അമ്മയെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു പഠിച്ചതാണ് വിഷുവിന് എന്തെല്ലാം വെക്കേണ്ടതെന്നില്ല ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് നാട്ടിലോടുന്ന ജനകീയ ബസ്സാണ്, ജനങ്ങളുടെ ബസ്സാണ്. അപ്പം ജനങ്ങൾക്കൊരു കൗതുകമായിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷുക്കണി ഒരുക്കിയത്. ചെറുവത്തൂർ കാരിയിൽ നിന്നും രാവിലെ ബസ് പുറപ്പെടും മുമ്പ് കണിയൊരുക്കൽ കഴിഞ്ഞിരുന്നു. ഇതുകൂടാതെ വിഷുവിന്റെ പ്രധാന ഇനമായ കാരയപ്പവും ബസ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ബസ് ജീവനക്കാർ നൽകി. വലിയ പറമ്പ് പടന്നക്കടപ്പുറത്തിനടുത്ത് വെളുത്തപുയ ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെയും കുടുംബശ്രീയുടെയും ഉൾപ്പെടെ ജനപ്രിയ ബസ്സിനുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ ബസ് ജീവനക്കാരാണ് ജനകീയ ബസിന്റെ സാരഥികൾ. മാവിലക്കടപ്പുറം പ്രിയദർശിനി, ബീച്ചാരക്കടവ് യുവചേതന, പടന്നക്കടപ്പുറം ചുവട് കുടുംബശ്രീ എന്നീ കൂട്ടായ്മകളുടെ അംഗീകാരങ്ങൾ ഇതിനു മുൻപ് ബസ്സിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ബസ്സിനകത്തെ കണി കാണാൻ സൗകര്യമൊരുക്കിയതിൽ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാർ ബസ് ജീവനക്കാരെ അഭിനന്ദിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം വൈദ്യുതി സെക്ഷനിലെ ഓഫീസ് വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി പരാതി. അടിയന്തര ഘട്ടങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത് പുനഃസ്ഥാപിക്കാൻ ഉപഭോക്താക്കൾ ബന്ധപ്പെട്ടാൽ വാഹന സൗകര്യമില്ലെന്നാണ് ജീവനക്കാരുടെ മറുപടി. അടിയന്തര ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ഇലക്ട്രിക്കൽ ജീവനക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന മഞ്ചേശ്വരം വൈദ്യുതി സെക്ഷൻ ഓഫീസ് ജീപ്പ് ഉപകാരപ്രദമില്ലാതായിട്ട് മാസങ്ങളായി. മഞ്ചേശ്വരം ഇലക്ട്രിസിറ്റി സെക്ഷൻ പരിധിയിൽ പല കാരണങ്ങളാൽ മുടങ്ങുന്ന വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ജീവനക്കാർക്ക് വാഹന സൗകര്യമില്ലാതെ ഉപഭോക്താക്കൾ മണിക്കൂറുകളോളം ഇരുട്ടിൽ തങ്ങേണ്ട സ്ഥിതിയാണ്. കരാറെടുത്ത വാഹനത്തിന്റെ ഡ്രൈവർ ജീപ്പ് വൈദ്യുതി ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്യാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതായും പരാതിയുണ്ട്. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ ആരാണ് ഉത്തരവാദിയെന്നാണ് ഉപഭോക്താക്കളുടെ ചോദ്യം. വിഷുവിന് തലേദിവസം രാത്രി മഞ്ചേശ്വരത്ത് പലയിടത്തും വൈകിട്ട് 6:30 മുതൽ രാത്രി 10 മണി വരെ വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് ഉപഭോക്താക്കൾ ഓഫീസുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്ക് വരാൻ ജീപ്പ് സൗകര്യം ഇല്ലെന്നായിരുന്നു മറുപടി. ജീപ്പ് ഡ്രൈവറുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. വൈദ്യുതി വകുപ്പിലെ കരാർ വെഹിക്കിൾ ഡ്രൈവറുടെ കൃത്യവിലോപം സംബന്ധിച്ച് ഇപ്പോൾ മാത്രമല്ല മുൻപും നിരവധി തവണ പരാതികൾ ലഭിച്ചിരുന്നതായി മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ KC ന്യൂസിനോട് പറഞ്ഞു. കൺസ്യൂമർ സൊസൈറ്റീൻ്റെ ഭാരവാഹികളായി വന്ന് നമ്മുടെ നാട്ടിൽ മൊത്തം കറണ്ട് പോയാൽ 2-3 മണിക്കൂർ കറണ്ട് ഇല്ലാതെ അങ്ങനത്തെ പരിസ്ഥിതിയുണ്ട്. ആ സമയത്ത് ലൈൻമാനെ ഫോണോട് കോൺടാക്റ്റ് ആക്കുമ്പോൾ അവർ പറയുന്നത് ജീപ്പിൻ്റെ സേവനം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വന്നെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് 2-3 ലൈൻമാൻമാർ ഫോൺ ചെയ്ത് കൺസ്യൂമർമാർ പറയുമ്പോൾ അവർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് അതിന് ബന്ധപ്പെട്ട ഓഫീസറെ കണ്ടു. അവർക്ക് ഒരു പരാതിയും കൊടുത്ത് അപ്പോൾ അവർ ആയത്ര അതിനെ അന്വേഷിച്ചിട്ട് ഞങ്ങളെ നാട്ടുകാർക്ക് പ്രോബ്ലം ഇല്ലാതെ പോലെ ഞങ്ങൾ ചെയ്തു തരൂ എന്ന് പറഞ്ഞ് 2-3 ദിവസം കൊണ്ട് ഞങ്ങളതിന് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൺസ്യൂമർ സൊസൈറ്റീൻ്റെ ഭാരവാഹികൾ ആ റിപ്പോർട്ട് അവർക്ക് സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഉചിതമായ നടപടിയെടുക്കാൻ വൈദ്യുതി വകുപ്പ് ഉന്നതാധികാരികൾക്ക് കൺസ്യൂമർ സൊസൈറ്റി പരാതി നൽകി.
അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വീട്ടകം ക്യാൻവാസാക്കി 11-കാരനായ വിധു വിജയ്. പുല്ലൂർ പൊള്ളക്കടയിലെ വിനു നിവാസ് ഇപ്പോൾ ചിത്രശാലയായി മാറിക്കഴിഞ്ഞു. 3 ദിവസം കൊണ്ട് പുറം ചുമരിൽ 10 അടി ഉയരത്തിൽ വരച്ച മുച്ചിലോട്ട് ഭഗവതിയുടെ മുഖകാന്തി ശ്രദ്ധേയമാവുകയാണ്. വീട്ടുചുമരുകളെ ക്യാൻവാസാക്കിയ വിധു വിജയ് വരച്ചിടുന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ്. അവധിക്കാലം തുടങ്ങിയ ആദ്യ ദിനം തൊട്ട് ഈ 11-കാരൻ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളെ വീടിന്റെ ഭിത്തിയിലും കാർപോർച്ചിന്റെ ചുമരിലുമായി വരച്ചിട്ടിരിക്കുകയാണ്. മുകൾ തട്ടിലെ പുറം ഭിത്തിയിൽ മരത്തിൽ തൂങ്ങിയാടുന്ന പാണ്ഡയെ വരച്ചുകൊണ്ടാണ് തുടക്കമിട്ടത്. പ്രൊഫഷണൽ ടച്ചുള്ള ചിത്രങ്ങളാണ് വിധു വിജയ് വരക്കുന്നത്. പൊള്ളക്കടയിലെ വിനു നിവാസിന്റെ ഭിത്തികൾ വൈവിധ്യമാർന്ന ചിത്രങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. കോവണിയോട് ചേർന്ന ചുമരിൽ മരക്കൊമ്പിൽ ചേക്കേറിയ കിളികളുടെ ചിത്രം വരച്ചു. ഫാബ്രിക് പെയിന്റാണ് ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. 3 ദിവസം കൊണ്ട് പുറം ചുമരിൽ 10 അടി ഉയരെയായി മുച്ചിലോട്ട് ഭഗവതിയുടെ മുഖകാന്തി വരക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കൊച്ചു ചിത്രകാരൻ. വലിയ മേശയിൽ കയറി നിന്നാണ് ചുമരിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രം വരച്ചു തീർത്തത്. 3 ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തീകരിക്കാനായത്. 6 മാസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിക്കൂത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം വരച്ച് നേരിട്ട് സമ്മാനിച്ചിരുന്നു. ചിത്രകാരൻ രാജേന്ദ്രൻ പുലൂരിന്റെ കീഴിൽ പഠനം നടത്തുന്ന വിധു 4 വയസ്സ് മുതൽ ചിത്രരചനയിൽ ഏർപ്പെടുന്നുണ്ട്. പെരിയ അംബേദ്കർ വിദ്യാനികേതനിലെ 7ാം തരം വിദ്യാർത്ഥിയാണ്. പാലക്കുന്ന് ആറാട്ടുകടവിലെ TV വിജയന്റെയും P ബീനയുടെയും മകനാണ് ഈ കൊച്ചു ചിത്രകാരൻ. വർണ്ണങ്ങൾ നിറഞ്ഞ ചിത്രശലഭങ്ങളെ വരക്കാനാണ് അടുത്ത പരിശ്രമമെന്ന് വിധു പറയുന്നു. മരക്കൊമ്പിലുള്ള പക്ഷികൾ, തെയ്യം, സ്ട്രീറ്റ് ലൈറ്റ്, മുച്ചിലോട്ട് 3 ദിവസം. സഹോദരൻ വിനു വിജയും ചിത്രരചനയിൽ സജീവമാണ്. പൊള്ളക്കടയിലെ ആദ്യകാല പ്രവാസിയായ പരേതനായ P ഗോപാലന്റെ കൊച്ചുമകനാണ് വിധു വിജയ്. ജയരാജൻ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ കാട്ടുകുളങ്ങരയിൽ UDF കുടുംബസംഗമം സംഘടിപ്പിച്ചു. തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കാട്ടുകുളങ്ങരയിൽ നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃക്കാക്കര MLA ഉമാ തോമസ് ആഹ്വാനം ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ ചെയ്തു തരും എന്നെല്ലാം പറഞ്ഞ് വോട്ട് നേടി വിജയിച്ച ശേഷം ഇന്ന് നമ്മളെല്ലാവരും ഏതവസ്ഥയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയാണെങ്കിൽ വെൽഫെയർ പെൻഷൻ പോലും തരുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ്. ഇതൊരു അവകാശമല്ല, വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നത് ഒരു ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെന്റ് സംസാരിച്ചത്. അതാണോ സത്യത്തില് ശരി എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അതുപോലെ ജീവിതത്തിലുടനീളം നമ്മള് കാണുന്നുണ്ട് KSRTC-ക്കാര് വളയം പിടിച്ചും ടിക്കറ്റ് കൊടുത്തുമൊക്കെ ജീവിത അവസാനത്തില് അവരുടെ അവസാന നാളുകളിലെ ചെറിയ പെൻഷന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ആ പെൻഷൻ പോലും കൊടുക്കാതെ പെൻഷൻ മുടക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ കേരളത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്. അജാനൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്കാൽ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ മുഖ്യപ്രഭാഷണം നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ ബഷീർ വെള്ളിക്കോത്ത്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്, അഡ്വക്കേറ്റ് VM ജമാൽ, അഡ്വക്കേറ്റ് TK സുധാകരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ബാലകൃഷ്ണൻ P, സതീശൻ പരക്കാട്ടിൽ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഉമേശൻ കാട്ടുകുളങ്ങര, നാരായണൻ എക്കാൽ, AV വേണുഗോപാൽ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ രമ വെള്ളിക്കോത്ത്, സിന്ധു ബാബു, വിമല കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. UDF ബൂത്ത് കമ്മിറ്റി കൺവീനർ പ്രകാശൻ മൊട്ടമ്മൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അധികാരം ജനാധിപത്യ നിഷേധം നടത്തി ഏകദിശയിലാകരുതെന്ന് ചൂണ്ടിക്കാട്ടി കരിവള്ളൂർ കൂറ്റ് നാടകവേദി അരങ്ങിലെത്തിക്കുന്ന പുതിയ നാടകമാണ് റേഡിയോ. അസുഖത്തെ അതിജീവിച്ച നവനീത് നാരായണൻ എന്ന യുവ നാടകക്കാരന്റെ സ്വപ്നം കൂടിയാണ് ഈ തെരുവ് നാടകം. റേഡിയോ നവനീത് നാരായണന്റെ സ്വപ്നമാണ്. എഴുത്തും വായനയും നാടകത്തോടുള്ള പ്രണയവുമായി നാടിന്റെ സർഗാത്മക ഇടങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നവനീത് നാരായണൻ അസുഖബാധിതനാകുന്നത്. നവനീതിന്റെ ചികിത്സാ സഹായത്തിനായി കരിവള്ളൂർ നാടൊന്നാകെ കൈകോർത്തു. അസുഖത്തെ പൊരുതി ജയിക്കുമ്പോഴാണ് നവനീത് നാട്ടിലെ കലാപ്രവർത്തകരായ സുഹൃത്തുക്കളോട് ഒരു നാടകം സാക്ഷാത്കരിക്കണമെന്ന് പറയുന്നത്.
അങ്ങനെ കൂറ്റ് നാടകവേദി റേഡിയോ എന്ന നാടകം അരങ്ങിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അധികാരം ജനാധിപത്യത്തെ നിഷേധിച്ച് റേഡിയോ പോലെ ഏകദിശയിലാകുന്നതിന്റെ ആവിഷ്കാരം കൂടിയാണ് നവനീതിന്റെ റേഡിയോ. ഞങ്ങൾ കൂറ്റ് എന്നൊരു നാടകവേദി രൂപീകരിക്കുക, അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു നാടകം റേഡിയോ പ്രദർശനത്തിന് വേണ്ടി ഒരുക്കുകയും ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അതുപോലെ അടിച്ചമർത്തലും അടിമത്തവും വാഴ്ന്നുകൊണ്ടിരുന്ന ഒരു കാലത്തിനപ്പുറം ഇന്നും അതിനെ പിന്തുടർച്ചക്കാർ നമ്മളെ ഭരണാധികാരികളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിനെതിരെയാണ് നാം ഈ നാടകം ഒരുക്കുന്നത്. നവനീതിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ റേഡിയോ അരങ്ങിലെത്തിക്കുന്നത്. നാടക സംവിധാനവും രചനയും നവനീത് നാരായണനാണ് നിർവഹിച്ചത്. രജീഷ് രാമൻ രംഗപടമൊരുക്കി. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തോടെ പുല്ലൂരിൽ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. വണ്ണാറവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയമാണ് ഒരു ഗ്രാമം ഭരണഘടന വായിക്കുന്നു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെ അറിയുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുല്ലൂർ വണ്ണാറവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം ഒരു ഗ്രാമം ഭരണഘടന വായിക്കുന്നു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഭരണഘടനയുടെ ഉള്ളടക്കവും ചരിത്രവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. വണ്ണാർവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിൽ നടന്ന ബഹുജന സദസ്സിൽ ഗ്രാമത്തിലെ വിവിധ മേഖലയിലുള്ളവർ എത്തിച്ചേർന്നു. ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ ബഹുജന സദസ്സിൽ ഭരണഘടനയുടെ ആമുഖം നൽകി. തുടർന്ന് ആമുഖം വായിപ്പിച്ച ശേഷമായിരുന്നു സംരക്ഷണ പ്രതിജ്ഞയെടുത്തത്. എഴുത്തുകാരൻ ജിനേഷ് കുമാർ എരമം പ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ അധ്യക്ഷനായി. പി ജനാർദ്ദനൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പത്മനാഭൻ പടിഞ്ഞാറേ വീട്, അനിൽ പൊളിക്കാൽ, മാടിക്കാൽ നാരായണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ പി ഉണ്ണികൃഷ്ണനെ ആദരിച്ചു. തുടർന്ന് നടന്ന വിശ്വസദ്യ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി ഭരണഘടനയിൽ പറയുന്നുണ്ട്, വാക്കുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വിമർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമനിർമ്മാണ സഭകളിൽ ചർച്ചകൾ നടക്കണം, വിമർശനങ്ങൾ നടക്കണം. ഇങ്ങനെ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യയെ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണമെന്നതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ അതിൽ പറയുന്നുണ്ട്. മതനിരപേക്ഷതയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സമത്വത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. എല്ലാ മനുഷ്യരും തുല്യരാണ് ഇന്ത്യയിൽ. കുറച്ചാളുകൾ വളരെ ഉയർന്നവരും അങ്ങനെയല്ല. ഭരണഘടന അനുസരിച്ച് എല്ലാ മനുഷ്യരും ഇവിടെ തുല്യരാണ്. ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ട അടിസ്ഥാന നിയമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളുമാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ എഴുതി വച്ചിരിക്കുന്നത്. ഷിതിൽ പടിക്കർ അധ്യക്ഷനായി. ജനാർദ്ദനൻ പുല്ലൂർ, ബിജു മൊട്ടമ്മൽ, എം രാജകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിത്താരി ചാമുണ്ടിക്കുന്നിൽ മിനി ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു കയറി അപകടം. അപകടത്തിൽപ്പെട്ടത് മലപ്പുറത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്. വടക്കൻ മലബാറിലെ യാത്രക്കാർക്ക് ഇത്തവണയും ദുരിതം. നാട്ടിലേക്ക് പോകാനും മടങ്ങാനും ട്രെയിനും ബസ്സും കിട്ടാത്ത അവസ്ഥ. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് കാഞ്ഞങ്ങാട് ആവേശോജ്വല സ്വീകരണം. കന്നി വോട്ടർമാർ ഉൾപ്പെടെ നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം വൈദ്യുതി സെക്ഷനിലെ ഓഫീസ് വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി പരാതി. വൈദ്യുതി മുടങ്ങിയത് പുനഃസ്ഥാപിക്കാൻ ഉപഭോക്താക്കൾ ബന്ധപ്പെട്ടാൽ വാഹന സൗകര്യമില്ലെന്ന് ജീവനക്കാരുടെ മറുപടി. വീട്ടകം ക്യാൻവാസാക്കി 11-കാരനായ വിധു വിജയ്. പുല്ലൂർ കൊള്ളക്കടയിലെ വിനു നിവാസ് ഇപ്പോൾ ചിത്രശാലയായി മാറി. കരിവെള്ളൂർ കൂറ്റ് നാടകവേദിയുടെ പുതിയ നാടകം അരങ്ങിലേക്ക്. നവനീത് നാരായണൻ എന്ന യുവ നാടകക്കാരന്റെ സ്വപ്നം കൂടിയാണ് ഈ തെരുവു നാടകം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.